തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഏറ്റവും സജീവ ചർച്ചയായി നിന്ന രണ്ട് പൊളിറ്റിക്കൽ വിഷയങ്ങൾ, അതൊന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. അതിൽ CPIM-നെ LDF-നെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടുള്ള UDF-ന്റെ പ്രചാരണമൊക്കെ നമ്മൾ കണ്ടു. മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദമായിരുന്നു. ആ വിവാദത്തെ തുടർന്ന് കോൺഗ്രസിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ചില നേതാക്കൾ നടത്തുന്ന പരസ്യ പ്രതികരണങ്ങൾ, ഇതൊക്കെ മുന്നണിയെ വെട്ടിലാക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയതാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദമൊന്നും ആ തെരഞ്ഞെടുപ്പിൽ ഏശിയിട്ടില്ല. നേരത്തെ ശബരിമല ഏശിയിട്ടില്ല എന്ന് പിണറായി വിജയൻ പറയുന്നത് നമ്മൾ കേട്ടിരുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദമൊന്നും, കോൺഗ്രസിലുണ്ടായ വിവാദങ്ങളൊന്നും തെരഞ്ഞെടുപ്പിനെ ഏശിയിട്ടില്ല എന്നതിൻ്റെ ഫലമാണോ ഇത്, അബിൻ വർക്കി? അതായത് ആ വിഷയത്തിലടക്കം കോൺഗ്രസ് എടുത്ത നിലപാടിനെ ജനം അംഗീകരിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ വിജയം സൂചിപ്പിക്കുന്നത്. കാരണം കോൺഗ്രസ് പാർട്ടി ഒരു വിഷയമുണ്ടായപ്പോൾ അങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് ജനം വിലയിരുത്തുന്നത് എങ്ങനെയാണ്? സ്വാഭാവികമായിട്ടും ജനം വിലയിരുത്തുന്നത് CPM-ലെ സമാനമായ ആരോപണം നേരിട്ടിട്ട് CPM എടുത്ത നടപടികളെക്കുറിച്ച് ആലോചിക്കും. ഇപ്പോൾ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി കോൺഗ്രസ് ഒരു നടപടി എടുത്തു. ആ നടപടി ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 3 തരത്തിൽ, ഒരു ആരോപണം വന്നപ്പോൾ തന്നെ 3 തരത്തിൽ നടപടിയെടുത്തു. പിന്നീട് ഒരു മുൻകൂർ ജാമ്യം തള്ളിയ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ ഒരു നടപടി എടുത്ത കോൺഗ്രസും ഇത് ഇപ്പോഴും ആരോപണം നിലനിൽക്കുക മാത്രമല്ല, ഈ പറയുന്ന വിക്ടിം പുറത്തു വന്ന് പത്രക്കാരെ കണ്ട് റേപ്പ് ചെയ്തു എന്ന കാര്യം പറഞ്ഞിട്ടും ഇപ്പോഴും തുടരുന്ന MLA, ആ MLA-ക്കെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല. 2, ഇപ്പോഴും CPM-ന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭരിക്കുന്ന ശശി, ആ ശശി ആരാണെന്ന് ജനങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഇപ്പോഴും ഈ വിഷയത്തിലൊക്കെ, അത് പാലക്കാട് ഉൾപ്പെടെ ഉണ്ടായ വിഷയങ്ങളിലൊക്കെ തീവ്രത അളക്കുന്ന മെഷീനായിട്ട് പോയ CPM-കാരെ കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയാം. ഈ വിഷയങ്ങളിൽ സമാനമായ ആരോപണം നേരിട്ടിട്ടും CPM എടുത്ത നിലപാടുകൾ, ഇപ്പോൾ തന്നെ ഒരു മുൻ MLA-യുടെ ഒരു പരാതി വന്നിട്ട് 14 ദിവസമാണ് മുഖ്യമന്ത്രി സ്വന്തം കസേരയുടെ അടിയിൽ അത് ഒളിപ്പിച്ചു വെച്ചത്. ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് ഒരു വിഷയത്തിലെടുത്ത നിലപാടും CPM അതുപോലെ സമാനമായ വിഷയത്തിലെടുത്ത നിലപാടും, ആ നിലപാടുകൾ താരതമ്യപ്പെടുത്തപ്പോൾ കോൺഗ്രസ് എടുത്ത നിലപാടിന് കിട്ടിയ അംഗീകാരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയമെന്ന് ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ, ഇപ്പോൾ നിങ്ങൾ പറയുന്ന മറ്റെന്ത് രാഷ്ട്രീയ വിഷയങ്ങളിൽ ഉൾപ്പെടെ കോൺഗ്രസും UDF-ഉം എടുത്ത നിലപാട്, ആ നിലപാടുകൾക്ക് കിട്ടിയ ജന അംഗീകാരമാണിത്. ഒരു സംശയം വേണ്ട. ഇത് ശ്രീ പിണറായി വിജയനെതിരായിട്ടുള്ള ഒരു ജനവികാരം അത് കേരളത്തിൽ ഉണ്ട് താനും. ആ ജനവികാരം ഉൾക്കൊണ്ടുകൊണ്ട് പിണറായി വിജയനൊക്കെ എന്തെങ്കിലും ഒരു അശേഷം മാന്യത ഉണ്ടെങ്കിൽ അദ്ദേഹമൊക്കെ രാജിവെച്ച് പുറത്തു പോവുകയാണ് വേണ്ടത്. കാരണം അദ്ദേഹത്തിനെതിരായിട്ടുള്ള ജനവിധിയാണ്, അദ്ദേഹത്തിന്റെ ഭരണത്തിനെതിരായിട്ടുള്ള ജനവിധിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.